പാലക്കാടേക്കാണ്. കഴിഞ്ഞ തവണ വെറും 2 സീറ്റിന് ഭരണം നഷ്ടമായ പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അരയും തലയും മുറുക്കി പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ് BJP. 35 വർഷമായി CPM ഭരിക്കുന്ന പഞ്ചായത്തിലെ വികസന മുരടിപ്പിലാണ് പ്രധാന ചർച്ചാ വിഷയം. വാർഡ് വിഭജനത്തോടെ 19 വാർഡുകളായ പഞ്ചായത്തിൽ ഇത്തവണ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥികൾ പറയുന്നത്. പാലക്കാട് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന അകത്തേത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനുമിടയ്ക്കാണ് BJPക്ക് ഭരണം നഷ്ടമായത്. എന്നാൽ ഇത്തവണ അതിവേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് BJP. പതിനേഴ് അംഗങ്ങളുള്ള അകത്തേത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 7 സീറ്റുകൾ BJP കരസ്ഥമാക്കി. 10 സീറ്റുകൾ ഇടതുപക്ഷത്തിനും ലഭിച്ചു. വെറും 2 സീറ്റിനാണ് BJPക്ക് ഭരണം നഷ്ടമായത്. മാത്രമല്ല 5 ഇടങ്ങളിൽ 2ഉം 3ഉം വോട്ടുകൾക്കായിരുന്നു BJP 2ാം സ്ഥാനത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതു വിധേനയും ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. സ്ഥാനാർത്ഥികൾ അതിരാവിലെ മുതൽ വൈകുന്നേരം ഏറെ വൈകിയും വീടുകൾ കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കുകയാണ്. ഏതാനും സ്ഥാനാർത്ഥികൾ അകത്തേത്തറ പഞ്ചായത്തിൽ നമ്മളുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അകത്തേത്തറയിൽ എന്താണ് BJPയുടെ ലക്ഷ്യം? കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഇവിടെ കപ്പിനും ചുണ്ടിനിടയ്ക്ക് കേവലം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത്. പിന്നെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം BJP വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് തുടർന്നുള്ള നിയമസഭയും ലോക്സഭയിലൊക്കെ BJP കാഴ്ചവെക്കാൻ സാധിച്ചത്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിൽ BJPനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഏറ്റവും വലിയ ചർച്ച വികസന മുരടിപ്പ് തന്നെയാണ്. 35 വർഷത്തോളം കാലം LDF ഭരിച്ചിട്ട് പോലും എടുത്തു പറയത്തക്ക ഒരു വികസനം ഇവിടെ നടത്തിയിട്ടില്ല. എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണോ, അതോ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന തലി വീഴാനായിട്ടുള്ള വാട്ടർ ടാങ്കാണോ? സാധാരണ ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും നേരാമണം ചെയ്യാത്ത ഒരു ഭരണമാണ് 35 വർഷമായിട്ട് ഈ പഞ്ചായത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജനങ്ങളുടെ അടുത്ത് എന്ത് മുഖം വെച്ചിട്ടാണ് ഇവർ വോട്ട് ചോദിക്കാൻ പോകണമെന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളൊരു ചോദ്യം. മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളെല്ലാം വളരെ ആശങ്കയിലാണ്. എപ്പോൾ കഴിയുന്നുള്ള ഒരു തർക്കത്തിലാണ് ജനങ്ങൾ. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ടായിട്ടും പഞ്ചായത്ത് അതിനുവേണ്ടി യാതൊരുവിധ ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. വികസനം ഇവിടുത്തെ ബുക്കുകളുടെ ഏടിൽ മാത്രം അവസാനിച്ചിരിക്കുകയാണ്. LDFൻ്റെ വികസനം ബുക്കുകളുടെ ഏടിൽ മാത്രം അവസാനിച്ചിരിക്കുന്നത്. BJP വന്നാൽ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. സ്ത്രീകൾ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഒന്നിച്ച് ആദ്യമായിട്ട് വന്നതാണ്. ഒന്നിച്ച് നിൽക്കണം, നിശ്ചയത്തോടു കൂടിയാണ് തിരിച്ചു പിടിക്കും നമ്മളെ. അപ്പോൾ അതാണ് അകത്തേത്തറയിൽ അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം നടത്തി ഇത്തവണ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.